ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയും വരാം. ബ്രാൻസോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചില ഇഷ്ടങ്ങൾ നമ്മൾ കാണാതെ പോകാറുണ്ട്. ചില ഇഷ്ടങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്. ചില ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ അപ്രതീക്ഷിത സമ്മാനമായി നമ്മൾ അവരുടെ മുൻപിലേക്ക് എത്തിക്കാറുമുണ്ട്. അത്തരത്തിൽ ഒരു ഇഷ്ടത്തിൻ്റെ സമ്മാനമാണ് ഈ മൊബൈൽ. സ്വന്തം ഇഷ്ടങ്ങളെ അവഗണിച്ച് കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പരിഗണന നൽകി നമ്മളെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിർത്തുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അതിൽ ഒരാൾക്കും മാറ്റമില്ല. നമ്മൾ വളർന്നു വലുതാവുന്നതോടുകൂടി നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ എങ്ങനെയാണോ അവർ പരിഗണിച്ചിരുന്നത് അതുപോലെ തിരികെ പരിഗണിക്കാൻ പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീണ്ടും അവർ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതെ, അതാണതിൻ്റെ സത്യം. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായി ഒരുപാട് പണം ചിലവഴിക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് എന്തോ നമ്മുടെ പോക്കറ്റിലെ പണം കുറഞ്ഞു പോകുമോ എന്നൊരു ഭയമുണ്ട് എന്ന് പലരുടെയും പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കാനും ഒട്ടും മടിക്കാത്തവരുമാണ്. ഒരിക്കലെപ്പോഴോ എൻ്റെ ഉപ്പാക്ക് ഒരു ടച്ച് സ്ക്രീൻ ഉള്ള മൊബൈൽ ഫോൺ ഇഷ്ടമാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ഫോൺ ഉപ്പാക്ക് വാങ്ങി നൽകി. ആ ഫോൺ ഉപ്പ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് മതപ്രഭാഷണങ്ങളും മറ്റു ഖുർആൻ പാരായണവുമെല്ലാം ഉമ്മ കേൾക്കുമ്പോൾ ഉമ്മക്കും ഒരു മൊബൈൽ ഫോണിന് ആഗ്രഹമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പക്ഷേ അങ്ങനെ ഒന്നുമില്ല എന്നുള്ള ഉമ്മയുടെ മറുപടിയാണ് എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. എനിക്കൊരു ഫോൺ വാങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ എന്തോ ഉമ്മാക്ക് കൂടി ഒരു ഫോൺ വാങ്ങിയില്ലെങ്കിൽ ഞാനൊരു ഫോൺ വാങ്ങുന്നതിന് ഒട്ടും അർത്ഥമില്ല എന്ന് മനസ്സെന്നോട് ഒരുപാട് മന്ത്രിച്ചപ്പോൾ എൻ്റെ ഫോണിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയതാണ് ഈ മൊബൈൽ ഫോൺ. ഇത് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൈമാറിയപ്പോൾ പിറ്റേ ദിവസമെല്ലാം ഉമ്മ ഇത് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകളിലെ ആ ഒരു തിളക്കം കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. ഇതുപോലെയൊക്കെ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ നമുക്കിടയിലുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളെയെല്ലാം ഒരു മൂലയ്ക്ക് മാറ്റിവെച്ചുകൊണ്ട് മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് ജീവിച്ചു തീർക്കുന്നവർ. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. പകരം ഒരു പുഞ്ചിരിയോടുകൂടി വളരെ ക്ഷമയോടുകൂടി നമ്മൾ അവരോട് പെരുമാറുന്നുവെങ്കിൽ ഇടയ്ക്കെല്ലാം ചിലപ്പോൾ അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളായ വല്ല കടലമിഠായിയോ മറ്റോ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ പോലും അതിലൊരു സന്തോഷമുണ്ട്. കാണാതെ കേൾക്കാതെ പോവരുത് നമ്മളവരെ. അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചിലപ്പോൾ നമുക്ക് സാധിക്കാവുന്നതായിരിക്കില്ല. പക്ഷേ സാധിക്കാവുന്നവ നമ്മൾ ചെയ്തു നൽകുക തന്നെ വേണം. ഒരിക്കൽ അവർ നമ്മുടെ കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതാലോചിച്ച് വിഷമിക്കാൻ ഇടവരരുത്. ഇനി ഫോണിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. redmi7a 12 മെഗാപിക്സൽ റിയർ ക്യാമറയും 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയുമാണ് ഉള്ളത്. 5.5 ഇഞ്ച് HD ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 2GB റാമും 16GB ഇൻറ്റേർണൽ മെമ്മറിയുമുള്ള ഫോണിന് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഡ്യുവൽ സിമ്മാണ്. ഡ്യുവൽ സ്റ്റാൻഡ് ബൈയുമുണ്ട്. ആൻഡ്രോയിഡ് പൈ V9.0 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 439 ഒക്ടാ കോർ പ്രോസസ്സർ വിത്ത് 12nm ഫിൻഫെഡ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്.
4000 mAh ലിഥിയം പോളിമർ ബാറ്ററിയും ഉള്ളതിനാൽ വളരെയധികം നല്ല രൂപത്തിൽ ചാർജ് നിൽക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന 163 ഗ്രാം തൂക്കമുള്ള redmi7a എന്ന ഫോൺ ബേസിക് 4G ഫോണുകളിൽ ഏറ്റവും മികച്ചവ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഡ്യുവൽ സിം, GPS, മ്യൂസിക് പ്ലെയർ, പ്രോക്സിമിറ്റി സെൻസർ, ആംലൈറ്റ് സെൻസർ, ആക്സിലോമീറ്റർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഇത്. കുറഞ്ഞ വിലയിൽ മികച്ച ഒരു ഫോൺ എന്നുള്ള നിലക്ക് ഈ ഫോൺ അടിപൊളിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.